എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമുക്കറിയാം, ഈ ജൂൺ 15 മുതൽ KSRTC സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അതിന് ഒബ്ജക്ഷൻ ഉന്നയിച്ചിരിക്കുന്നു. കാരണം അവർക്ക് സ്ത്രീകളുടെ യാത്ര ലഭിക്കാനുള്ള സാധ്യതയില്ല. കറക്റ്റാണ്, അവരുടെ ന്യായമായ ഒരു അഭിപ്രായമാണ് അത്. പിന്നെ ആ വിഷയത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് കിടക്കാനുള്ള പ്രധാന വിഷയം, സ്ത്രീകൾക്ക് യാത്ര ഒരുക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രഷർ KSRTC ഉണ്ടാകും. എന്നാൽ അത് അനായാസം മാറ്റിയെടുക്കാനും സാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി അവരെപ്പോഴും അവരുടെ ഈ വീഡിയോകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അവർ സാമ്പത്തിക മേഖലകളൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കും. അവരുടെ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹം CMD ആയിരുന്നു, ഈ KSRTCയുടെ. ഒപ്പം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്കുള്ള മറ്റൊരു പ്രഗത്ഭ വ്യക്തിയും, ഇവർ 3 പേരിലും ഉദിച്ച ഒരാശയം എനിക്ക് വളരെ നന്നായി തോന്നുന്നു. മറ്റൊന്നുമല്ല, ഒരു KSRTCയുടെ പേരിൽ ഒരു ലോട്ടറി ടിക്കറ്റ്, ഒരു ലോട്ടറി സംവിധാനം, അത് വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. അതിനെ ഒട്ടും വൈകാതെ സാധിച്ചാൽ ഈ 15-ാം തീയതി തന്നെ ഈ സൗജന്യ യാത്രയോടൊപ്പം അതും തുടക്കം കുറിച്ചാൽ ഒരു ബോധറേഷനും KSRTCക്ക് ഉണ്ടാകില്ല. അതിലൂടെ ലാഭമേ ഉണ്ടാക്കൂ. നോക്കൂ, ഒരു സ്ത്രീ അവർ ജോലിക്ക് പോയി വരുമ്പോൾ എന്ത് തന്നെ ആയാലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞതൊരു 75 റുപ്പീസെങ്കിൽ പെർ ഡേ അവരുടെ ബസ് ഫെയറിനാകുന്നു. 75 കുറഞ്ഞത്. കാരണം KSRTCയുടെ ഈ മൊത്തം വാഹനങ്ങളുടെ ഇന്ധന വിലയൊക്കെ കൂടുമ്പോൾ ഏതാണ്ട് അത്രയും തുക വരുമോ എന്നുള്ളത് നിസ്സംഗതം നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ള KSRTCക്ക് വലിയൊരു നെറ്റ്വർക്കുണ്ട്. ഞാൻ KSRTCയിലെ പല വർക്കുകളും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് അവിടുത്തെ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അന്ന് രാജമാണിക്യമായിരുന്നു എൻ്റെ CMD. അധികമായിട്ട് എനിക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല മേഖലകളിലും KSRTC കുറച്ച് വർഷം എനിക്ക് സർവീസ് ചെയ്യാൻ സാധിച്ചപ്പോൾ കിട്ടിയ ചില എക്സ്പീരിയൻസും ഉണ്ട്. ഈ ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി കേരളത്തിന് ഒരു ലോട്ടറി ഉണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും കേരള ലോട്ടറിക്ക് എഫക്റ്റ് ആകത്തില്ല. ആകില്ല, ഒരിക്കലും ആകില്ല. കാരണം കേരള ലോട്ടറി ഫിക്സ് ചെയ്തിരിക്കുന്ന 1 കോടിയുടെ സമ്മാനങ്ങളാണ്. ഇത് 1 കോടി വേണ്ട, 50 lakhs അല്ലെങ്കിൽ 25 lakhs ഇങ്ങനെയുള്ള ചെറിയ എമൗണ്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വോള്യൂം ഓഫ് ദ ടിക്കറ്റ് സെയിൽസ് കൂടുതലാകും. രണ്ടാമത്, ഈ ടിക്കറ്റ് സെയിൽ ചെയ്യാൻ കൂടെ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. എല്ലാ ബസ്സിലും ഒരു കണ്ടക്ടറുണ്ട്. അവർ ടിക്കറ്റ് കൗണ്ടറിൽ പോയി വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒരു 100-200 ടിക്കറ്റ് അവർക്ക് കളക്ട് ചെയ്ത് വയ്ക്കാം. ഈ ടിക്കറ്റ് പാസഞ്ചർ ആയി പോണവർ, ഫ്രീ യാത്ര ചെയ്യുന്നവർക്ക് ഇതും ഒരു ഓഫർ ചെയ്യാം. അത് പ്രധാനം ശ്രദ്ധിക്കേണ്ടത് വലിയ എമൗണ്ട് ആയിരിക്കുന്നത് മാക്സിമം ഒരു 30 റുപ്പീസിൻ്റെ ടിക്കറ്റ് ആയിരിക്കണം. 30 റുപ്പീസ്, ദാറ്റ് വിൽ ബി മോർ ബെറ്റർ, കൺവീനിയൻ്റ് ആയിരുന്നു അവർക്ക്. അപ്പോൾ അവർ ഒരു സൈഡ് ഉപയോഗിക്കുന്ന ബസ് ഫെയർ കൊടുത്താൽ അവർക്കൊരു ടിക്കറ്റ് കിട്ടും. ഈ ടിക്കറ്റ് സംവിധാനം നല്ല രീതിയിൽ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കാരണം ആൾറെഡി ഒരു ലോട്ടറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരുടെ അഡ്വൈസ് കേൾക്കാം. അവിടെ ഉള്ളവരുടെ ടെക്നിക്കൽ ഡാറ്റാസ് കളക്ട് ചെയ്യാം. KSRTCക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ഓർഗനൈസ് ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. KSRTCക്ക് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. കുറച്ചധികം ആൾക്കാർ ഈ പിൻവാതിലിൽ കൂടെ നിയമനം കിട്ടിയ പാർട്ടിക്കാരുമായിട്ട് കയറുന്ന കുറച്ച് ജോലിയില്ലാതെ നോക്കുകുത്തികളായിരിക്കുന്ന ആൾക്കാർക്ക് കാണും. അതിലുള്ള ആൾക്കാരെ തിരിഞ്ഞ് അവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ച് അവർക്ക് തന്നെ എക്സ്പീരിയൻസിൽ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ അതിന് എക്സ്പീരിയൻസ് ഉള്ളവരെ വിളിച്ച് ഇതിലേക്കാക്കി ഇമ്മീഡിയറ്റായി ഇതിനൊരു തുടക്കം കുറിക്കാം. ഇനി പ്രിൻറ്റിങ്, KSRTC മറ്റേ ലോട്ടറി ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്യുന്നിടത്തിന് ഈ ടിക്കറ്റും പ്രിൻറ്റ് ചെയ്യാം. ഇതിൽ കൂടെ ഉള്ളൊരു ഗുണം എന്നാന്ന് വെച്ചാൽ എല്ലാ ഡിപ്പോകളിലും ഈ ടിക്കറ്റ് കാണും. പബ്ലിക്കിന് വാങ്ങുന്ന ഒരു ടിക്കറ്റ് കൗണ്ടർ കാണും. എല്ലാ ബസ്സുകളിലും, ദീർഘദൂര ബസ് ഏതിലായാലും ഈ ടിക്കറ്റും ഉണ്ടാകും. ഇനി ഈ ടിക്കറ്റിന് പ്രൈസ് കിട്ടിയാൽ തന്നെ അവർക്ക് ലോക്കലായിട്ടുള്ള KSRTC ഡിപ്പോയിൽ പോയാൽ പേയ്മെൻറ്റ് കിട്ടുന്നൊരു സംവിധാനം ഉണ്ടാക്കിയാൽ ഇത് വളരെ സുഗമമായിരിക്കും. ഇത് വളരെ നേട്ടം ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ KSRTCക്ക് ലാഭമുണ്ടാകുന്ന പ്രകൃതിയുമായിരിക്കും. അതിന് വിദഗ്ധരുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഒത്തിരി നമ്മുടെ മേരി അവരെ പോലുള്ളവരുടെയൊക്കെ
ഓടിക്കാൾ അഡ്വൈസൊക്കെ നേടാമെന്നുള്ള കാര്യമേ ഉള്ളൂ. കാരണം ഇവിടെ മുൻകാലങ്ങളിൽ ഒന്നുമില്ല, ഓരോരുത്തർ തോന്നിയാസത്തരമായിരിക്കും കാണിക്കുക. ചില മന്ത്രിമാർക്ക് ബസ് വാങ്ങുന്നതിൽ ഇൻട്രസ്റ്റ്, ബസ് ഓടിക്കുന്നതിലാണ് ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ പലതും. പക്ഷേ പ്രായോഗികമായി ഇങ്ങനെയുള്ള ചിന്താഗതിയൊന്നും അവരൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അത് ഈ ഗവൺമെൻറ് അങ്ങനെ ചെയ്യണം, അതിന് മുൻകൈ എടുക്കുമെന്ന് വിചാരിക്കണം. ശ്രീ CP ജോൺ അദ്ദേഹം കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹവും നല്ല വിദഗ്ധരെ കൊണ്ടുള്ളൊരു ഒരു 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 വടിക്കാട് ഒരു സർവേ നടത്തി ഒട്ടും വൈകാതെ ഇതിനൊരു തുടക്കം കുറിക്കുക. ഇതിൽ കൂടെയും ആർക്കെങ്കിലുമൊക്കെ ഉപജീവനം നടക്കാനും പറ്റും. പക്ഷേ മുട്ടിന്യായമായി വരും ആൾക്കാർ, ടിക്കറ്റ് പോണില്ല, മറ്റേ നോർമൽ 50 രൂപയുടെ ടിക്കറ്റ് പോണില്ല, അതൊന്നുമല്ല, തെറ്റാണ്. അത് ആദ്യം തുടക്കത്തിൽ ചെറിയ ഇതുണ്ടെങ്കിൽ ബാക്കി നോർമലാണ്. കാരണം 1 കോടി പ്രതീക്ഷിക്കുന്നവർ ആ ടിക്കറ്റ് എടുക്കട്ടെ. 25 ലക്ഷമോ 10 ലക്ഷമോ കിട്ടുന്ന അതും ഒരു ഭാഗ്യമാണല്ലോ. പാവം പിടിച്ച നിർദ്ധനർക്ക് വലിയൊരു ഗുണമായിരിക്കും. അപ്പോൾ അത് ഡെയിലി വേണോ ആഴ്ച ഇത് വേണോ, അത് ദാറ്റ് ഈസ് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഐ ആം നോട്ട് ദാറ്റ് മച്ച് എക്സ്പീരിയൻസ്. സോ എല്ലാ പൊതുജനങ്ങളും ഇതിനെ സഹകരിക്കുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. കാരണം ഒരു സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ, സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് ഒരു പക്ഷേ പൈസ ഇല്ലാതെ ഒരു 50 രൂപ അവരുടെ കൈ കാണും വഴിച്ചിലവന്, ഒന്നുമില്ലെങ്കിൽ ഒരു 30 രൂപ കൊടുത്താൽ അവർക്ക് ടിക്കറ്റ് എടുത്താൽ ദേ ഫീൽ സംതിങ് ഈസ് ദർ. നാളെ ചെറിയൊരു വിശ്വാസം. ഇതിലൂടെ KSRTCക്ക് ഒരു നഷ്ടം ഉണ്ടാകില്ല, KSRTCക്ക് ലാഭമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി KSRTCക്ക് ഉണ്ട്. നല്ലൊരു ഓഫീസുണ്ട് ട്രിവാൻഡ്രത്ത്. KSRTC ആയിട്ട് വെരി ബിഗ് ഓഫീസ്. അവിടെ ഒരു 2 3 ഒരു ക്യാബിനോ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല, അത് ചെയ്യാം. ഇനി അതുമില്ലെങ്കിൽ KSRTC തമ്പാനൂർ ബ്രാഞ്ചിൻ്റെ ഓപ്പോസിറ്റിന് അവർക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയും സ്പേസ് ഉണ്ട്, അവിടെ അക്കോമഡേറ്റ് ചെയ്യാം, അവിടെ ഇതിൻ്റെ ഓപ്പറേഷൻ നടത്താം. അതിലൂടെ ഇവർക്ക് എല്ലാ ഡിപ്പോകളിലും പോയി ലിങ്കിങ് ചെയ്യാം. ഈ ടിക്കറ്റ് തീർന്നാൽ ഈ പോണ ബസ്സിൽ തന്നെ അവർക്ക് ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ ടിക്കറ്റ് സെയിൽ ചെയ്യുന്ന ക്യാഷ് ഓരോ ഡിപ്പോയിലും ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി സൗകര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് ചിലവാക്കേണ്ട ഗവൺമെൻറ്, പുതിയ ആൾക്കാരെടുക്കേണ്ട. ലോട്ടറിയിലുള്ള വിദഗ്ധരായ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഡെപ്യൂട്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാഫിന് കൊടുക്കുക. സോ തിങ്സ് വിൽ ബി നോർമൽ. ഇത് നല്ലൊരു കോൺസെപ്റ്റാണ്. അത് മുഖ്യമന്ത്രിയും നമ്മുടെ KSRTC മന്ത്രിയും ഒക്കെ ചേർന്ന് നല്ല ഇതിനൊന്ന് രൂപകൽപ്പന കൊടുത്താൽ ഇത്തിരി സ്പീഡിൽ ചെയ്യണമെന്ന്. ഇനി ചെയ്താൽ 15-ാം തീയതി ഈ സൗജന്യ യാത്രയോടൊപ്പം അവർക്കൊരു ടിക്കറ്റും കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ടിക്കറ്റിൻ്റെ വില നിശ്ചയിക്കുക, അത് 25 ആണോ 30 ആണെന്നോ. എന്തായിരുന്നാലും കേരള സ്റ്റേറ്റ് ലോട്ടറി വിൽക്കുന്ന ആ വിലയാകാൻ പാടില്ല, താഴ്ന്ന. കാരണം നിങ്ങൾ പ്രൈസിൻ്റെ എണ്ണം കൂട്ടുക, എമൗണ്ട് കുറച്ച് കൂടുതൽ കൂടുക. ഒന്നുമില്ലാത്തവർക്ക് ഒരു 10 ലക്ഷമോ 5 ലക്ഷമോ കിട്ടുകയാണെന്ന് വെച്ചാൽ ഗ്രേറ്റ് സപ്പോസ് ഹെൽപ്പായിരിക്കും അവർക്ക്. അങ്ങനെ ആക്കുക. അപ്പോൾ KSRTC യാത്ര ചെയ്യാൻ ആൾക്കാർ ഒത്തിരി കൂടുകയുള്ളൂ. ആണുങ്ങളായിരുന്നാലും അവരും കൊടുക്കുക ടിക്കറ്റ്. കാരണം ഇവർ ഈ ഒരു ടിക്കറ്റ് കൊടുക്കുമ്പോൾ, പാസഞ്ചർ ടിക്കറ്റ് കൊടുക്കുന്നപ്പം ലോട്ടറി വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. അത് തന്നെ അവരുടെ UPI പേയ്മെൻറ്റ് വല്ലതും ചെയ്യുന്ന ശേഷമാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. അങ്ങനെ ഒരു സൗകര്യം ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല കോൺസെപ്റ്റാണ്. ഒരിക്കലും ഇതുകൊണ്ടൊരു നഷ്ടം വരില്ല. KSRTC ലാഭത്തിൽ നിന്നും ലാഭത്തിലേക്ക് കുതിക്കൂ. ഇനി ഈ സിസ്റ്റം ഇനി നമ്മുടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അവർക്കും നേട്ടങ്ങൾ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അവരുടെ ബസ്സുകൾ ഒരു എന്താ പറയുക, ഒരു കരാർ അടിസ്ഥാനത്തിൽ ആ ബസ്സുകളെയും KSRTCയിലോട്ട് മാറ്റി KSRTC തന്നെ അവർ സർവീസ് നടത്തിയിട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ക്യാഷ് അവർക്ക് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയുമാകാം. ഏത് രീതിയിലും അതിനെ ഒരു ഇത് ചെയ്ത് അത് വിദഗ്ധ സമിതി ഉൾപ്പെട്ട ആൾക്കാർ ചേർന്ന് അതിന് വേണ്ട തീരുമാനം എടുക്കുക. ഇവിടെ ഐ ആം വെരി വെരി ഹാപ്പി. ഇങ്ങനെ ഈ ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹത്തിന് ഞാനൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഈ ഒരുപാട് നൂലാമാരികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ളൊരു മിനിസ്ട്രി നല്ല ദീർഘവീക്ഷണമുള്ള, നല്ല ചങ്കൂറ്റവും നല്ല ഒക്കെ കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ UDF ടീമിലുള്ളത്. അതുകൊണ്ട് നമുക്ക് നടക്കാതെ പോയ പല പദ്ധതികളും പ്രായോഗികമാക്കാൻ ഉള്ളൊരു വലിയൊരു അവസരമാണ്. 100% ഇത് 1 വർഷം കൊണ്ട് ഇതിന് ചലനങ്ങൾ മാറി ഇവിടെ ഒരു പുതിയൊരു മാറ്റം തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഇതിലൂടെ നമ്മുടെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗവും ഉണ്ടാകും.
കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. എൻ്റെ തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയും KSRTC മന്ത്രിയും ഒക്കെ ഇതിന് ചേർന്ന് ഒരു വൈകാത്ത രീതിയിൽ ഒരു തുടക്കം കുറിക്കാൻ ചെയ്താലും. ഹാവ് എ നൈസ് ഡേ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.